ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓഫീസർ ടി വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ ക്യൂലിലേക്കാട്ടോ പോണത്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളൊരു മോഡൽ ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മോഡൽ കിട്ടിയാൽ മതിയായിരുന്നു. അത് റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ആ മെറ്റീരിയൽ കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ബസ് കിട്ടിയില്ല കേട്ടോ. ബസ് ഓടിയിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ നമ്മൾ അന്നേരം നടക്കുകയാണ്. അപ്പോൾ ഒരു 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. നമുക്ക് നടക്കാം കേട്ടോ. പിന്നെ അധികം നടക്കേണ്ട വന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടിയിട്ടാ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ്. കുറച്ചധികം നേരം ബസ് വരാണ്ട് നമ്മൾ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ട വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും പിന്നെ ബസ് വരികയൊക്കെ ചെയ്തു. ബസ്സിൽ കയറുന്ന വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അത് കാരണം ബസ്സിൽ ഉള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിലാട്ടോ ബസ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുത്തമ്പള്ളിയുടെ അവിടേക്ക് നടക്കാൻ കേട്ടോ. അവിടെയാണ് നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സിൻ്റെ കടയുള്ളത് കേട്ടോ. അവർക്ക് റണ്ണിങ് മെറ്റീരിയൽസിന് തന്നെയായിട്ടുള്ള ഒരു കടയും പിന്നെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾക്ക് തന്നെയായിട്ടുള്ള ഒരു വേറെ കടയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമുള്ള കടയിലേക്കാട്ടോ പോണത്. ഞാനും അമ്മയും നാത്തൂനും കൂടിയിട്ടാട്ടോ പോയത്. റണ്ണിങ് മെറ്റീരിയൽസ് തന്നെയുള്ള കട എന്ന് പറയണത് മുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണ്ട പോകാൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സെലക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നെറ്റിൻ്റെ തുണി അതേപോലെ തന്നെ അജറക്ക് മെറ്റീരിയൽസൊക്കെ കളക്ഷൻ വേണ്ടതുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഏത് തരം മെറ്റീരിയൽ എടുക്കണ്ടേന്നുള്ള കണക്കൂട്ടലൊക്കെ ആയിട്ടാട്ടോ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കളക്ഷൻസുകൾ കണ്ടപ്പോൾ ഏതെടുക്കണേന്ന് കൺഫ്യൂഷനായിട്ടാണ്. അവസാനം കുറേ തുണികളൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം ഒരെണ്ണം ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇതാണ് കേട്ടോ ആ മെറ്റീരിയൽ. റോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സവാള കളർ ഷെയ്ഡാണ് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ ധാവണി. ഷാളിൻ്റെ കളർ വന്നിട്ട് ഒരു നീല എന്ന് പറയാൻ പറ്റില്ല. എന്താ കളറെന്ന് എനിക്ക് പേരറിയില്ല. അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ പോയത് ഈ ഡ്രസ്സിന്മേൽ വർക്ക് ചെയ്യാനുള്ള മുത്തും കല്ലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കടയും ഈ ക്യൂവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഡ്രസ്സിന്മേൽ വെക്കണ എല്ലാ മെറ്റീരിയൽസും അവിടെ കിട്ടും കേട്ടോ. ഈ ഡ്രസ്സിന്മേൽ വെക്കണ കല്ലും മുത്തൊക്കെ ഇരിക്കണ കാണുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ കേട്ടോ. അത്രയും ഭംഗിയാണ് കേട്ടോ അവിടുത്തെ. എന്താ പറയുക, ഈ മുത്തൊക്കെ ഇരിക്കണ കാണാൻ തന്നെ. പിന്നെ ഇങ്ങനെ കല്ലും മുത്തൊക്കെ നമ്മുടെ വർക്ക് ചെയ്തിട്ട് തന്നെ കിട്ടും കേട്ടോ. അത് നമ്മൾ ഡ്രസ്സുമ്പോൾ വെച്ച് തയ്ക്കേ വേണ്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കല്ലുകൊണ്ടും ഒക്കെ ഡ്രസ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ഇഷ്ടമായ കാരണം തോന്നുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ പറയുക, വണ്ടറടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. ഡ്രസ്സുമ്പോൾ വയ്ക്കുന്ന ഷുഗർ ബീഡ്സൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ കുറേയൊക്കെ സെലക്ട് ചെയ്ത് ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇത്ര അധികം ഒന്നും വേണ്ട, ഇപ്പോൾ വാങ്ങിയ മെറ്റീരിയൽസിന് പറ്റണ പോലത്തെ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു കേട്ടോ. അതിന് പകരം ഷേക്ക് മേടിച്ചാലെന്ന് അവർ പറഞ്ഞപ്പോൾ എന്നാൽ ഷേക്ക് മതി, അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷേക്ക് അടിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ മെറ്റീരിയൽസിൻ്റെ കടയിൽ കയറിയപ്പോൾ മൺചിത്രച്ചാലിലെ ശോഭന ആഭരണങ്ങൾ കണ്ടപ്പോൾ കാണിച്ചിരുന്നില്ലേ, അതേപോലെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ അമ്മയും നാത്തൂനൊക്കെ. ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോന്നു. അത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.